ഹായ് ഹലോ വെൽക്കം ടു നേതിയാസ് എല്ലാവർക്കും നേതിയാസ് മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കപ്പ ബിരിയാണിക്ക് എന്തായാലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പയാണല്ലോ. അപ്പോൾ കപ്പ ഞാൻ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണി ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ പീസാവരുത്. കപ്പ ഒരു ഇടത്തരം പീസുകളാക്കി വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇപ്പോൾ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേ കപ്പ ഇട്ട് കൊടുക്കാമുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്കിനി ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഞാനിവിടെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാല ഒരുപാട് വേണ്ട കേട്ടോ. 1/2 സ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം മതി. പിന്നെ 1 സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊരു 4 വിസിൽ അത് മതിയാവും കേട്ടോ. നമ്മളെ ബീഫ് വെന്ത് വരാൻ 4 വിസിൽ കേട്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷം നമുക്കിത് തുറന്നു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കപ്പ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് ഊറ്റി കളയട്ടെ. ഇതിപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് ഉടച്ചെടുക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബീഫിൽ നാരങ്ങാനീര് ചേർത്തില്ല, അതിന് പകരം വിനാഗിരി യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് കപ്പ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് സവാള ഒന്ന് വരട്ടിയെടുക്കണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഞാനിവിടെ 2 വലിയ സവാളയും പിന്നെ ഒരു 10-15 കൊച്ചുള്ളി ഉണ്ടല്ലോ, അതുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളി കൂടുതൽ ചേർക്കുന്തോറും നമ്മളുടെ ബിരിയാണിക്ക് ടേസ്റ്റ് അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചതിൽ 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ തക്കാളി അധികം ആവരുത് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക്. ഈ തക്കാളി നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4 വിസിൽ കഴിഞ്ഞ് ഫുൾ പ്രഷറൊക്കെ പോയി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ട. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ്
ഗരം മസാല പൊടി വേണം കേട്ടോ. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പയില്ലേ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ ചേർക്കുന്നതിന് മുമ്പ് നമ്മളുടെ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കപ്പ ചേർത്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാൻ നിൽക്കരുത്. ഇനി ഇതിൽ കിടന്നൊരു 10 മിനിറ്റ് ഒന്ന് നന്നായി ചൂടായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഇല്ലേ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.